ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനൂസ് ടിൻസിലേക്ക് സ്വാഗതം. ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു വെള്ളരിക്ക കറിയുടെ റെസിപ്പി ആട്ടോ ഇത്. ഇതിനായിട്ട് ഒരു ചെറിയ വെള്ളരിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിനെ ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 2 മുരിങ്ങയ്ക്ക ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളരിക്കയും മുരിങ്ങക്കോലും കൂടി വരുമ്പോൾ കറിക്ക് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റാണ്. 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വച്ചിരുന്നതാണ്. അതിൽ നിന്നും ഒരൽപ്പം പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കാം. ബാക്കിയുള്ളത് നമുക്ക് മാറ്റി വയ്ക്കാം. കറിയുടെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കാം. കഷ്ണങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഒരളവില്ല, ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് വേകാനായിട്ട് വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും 4-5 ചെറുള്ളിയും 1 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ശേഷം അടപ്പ് തുറന്ന് കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. കഷ്ണങ്ങൾ വെന്ത് വന്നതിന് ശേഷം അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ട് കലക്കി എടുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കളറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കറി തീരെ അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, തേങ്ങ പിരിഞ്ഞതുപോലെ ആയിപ്പോകും. അതുകൊണ്ട് കറി ഇതുപോലെ ചെറുതായിട്ട് കുമിളി വന്ന് തിളച്ച് കറി നന്നായിട്ടൊന്ന് ചൂടായി കറിയിൽ നിന്നും ആവി വരുന്ന ഒരു പാകത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി ഒരല്പം കുറുകിയതായിട്ട് തോന്നുവാണെങ്കിൽ ഒരല്പം ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്താൽ മതിയാകും. ഇതിപ്പോൾ ചട്ടി ആയതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നിരുന്നാലും ചെറിയ കുമിളിയായിട്ട് ഒരല്പം നേരം അത് തിളച്ചുകൊണ്ടേയിരിക്കും. ഇതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 4-5 ചെറുള്ളി നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ വറ്റമുളക് പൊട്ടിച്ചതും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ച് നമുക്കത് കറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വെള്ളരിക്ക കറി റെഡിയായി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.